ഹായ് ഗൈസ്, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മോഡേൺ മെഡിസിൻ ഇത്രയധികം വളർന്നിട്ടും ക്യാൻസർ എന്ന മഹാവിപത്ത് ഇപ്പോഴും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലോകമെമ്പാടും പ്രതിവർഷം ഏകദേശം 9 മില്യൺ ആളുകളാണ് ക്യാൻസർ മൂലം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ രാജ്യത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 8 ലക്ഷത്തോളം ആളുകളാണ് പ്രതിവർഷം ക്യാൻസർ മൂലം മരിക്കുന്നത്. കേരളത്തിലെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏകദേശം 5000-ഓളം ആളുകൾ ക്യാൻസർ മൂലം മരണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ കാരണം, അതുപോലെ തന്നെ ക്യാൻസറിനെ നമുക്ക് എങ്ങനെയെല്ലാം ചെറുക്കാം, എന്തൊക്കെയാണ് ഇതിന്റെ ചികിത്സാ രീതികൾ എന്നതിനെ കുറിച്ച് വിശദമാക്കുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റ് രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മൾ COVID-19 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് കൊറോണ വൈറസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നമുക്ക് മനസ്സിലാവുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന വൈറസ് ആണ്. അതുപോലെ തന്നെ ടൈഫോയിഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാൽമണല്ല പോലുള്ള ബാക്ടീരിയസ് ആണ് അതിന് കാരണമാകുന്നത്. അതായത് നമുക്ക് ഈ പറയുന്ന രോഗങ്ങൾക്കെല്ലാം എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മൾ ക്യാൻസറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ പുകവലി അർബുദത്തിന് കാരണമാകുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും എന്നാൽ പുകവലിക്കുന്ന എല്ലാവർക്കും ക്യാൻസർ വരുന്നില്ല. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു സംഭവം, അതിന്റെ റീസണ്, അതിന്റെ ഒരു നിർവചനം ഇതെല്ലാവർക്കും സാധാരണ ആളുകൾക്ക് എന്താണ് പറയുന്നത് ഒരു മിസ്റ്ററിയാണ്. അപ്പം ഇത് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാൻസർ ഗവേഷകര് ഇതിന് 3 മാതൃകകൾ, അപ്പം ആദ്യം ഒരു മാതൃക അവർ ഡിഫൈൻ ചെയ്തു, അതിന് പല പുരോഗമനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ 3 മാതൃകകൾ അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതനുസരിച്ചിട്ട് ഈ 3 മാതൃകകളെ പറ്റിയും ചർച്ച ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സാ വിധികൾ, അതുപോലെ തന്നെ എങ്ങനെയെല്ലാം പ്രധാനമായും നമുക്ക് ഇപ്പൊ നമുക്കറിയാം, നമുക്കിപ്പോ മഞ്ഞപ്പിത്തത്തിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധ വാക്സിനുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിരോധ വാക്സിനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ നമുക്ക് എങ്ങനെ ക്യാൻസറിനെ ഒരു പരിധിവരെ നമുക്ക് എങ്ങനെ ക്യാൻസറിനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പൊതുവെ ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു സംഭവം വളരെ റീസെന്റ് ആയിട്ട്, അതായത് ഒരു 100-150 വർഷത്തെ പഴക്കമുള്ളതാണ്. എന്നാൽ ഈജിപ്ഷ്യൻ മമ്മിയിൽ നിന്ന് വരെ ഗവേഷകർ ബോൺ ക്യാൻസർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻസറിനെ കുറിച്ചുള്ള ക്യാൻസറിന്റെ ഒന്നാമത്തെ മാതൃക, അതായത് ക്യാൻസർ പാരഡൈം 1 എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇതനുസരിച്ചിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം മനുഷ്യ ശരീരത്തെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. മനുഷ്യ ശരീരം എന്ന് പറയുന്നത് നമ്മൾ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അപ്പൊ അത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഓരോ അവയവങ്ങളും ഓരോ പ്രത്യേക തരത്തിലുള്ള സെല്ലുകളാണ്. അതായത് നമ്മളുടെ ഹാർട്ട് സെൽസ് പോലെയല്ല നമ്മളുടെ ബ്രെയിൻ സെൽസ്, അതുപോലെയല്ല നമ്മളുടെ ലങ്സ്, അല്ലെങ്കിൽ അതുപോലെയല്ല നമ്മളുടെ ലിവറും പാൻക്രിയാസും ഒക്കെ. ഓരോ സെൽസും ഓരോ രീതിയിലാണ്, ഓരോ സ്പെസിഫിക് സെൽസ് ആണ് നമുക്ക് ഉള്ളത്. അതായത് നമ്മൾ മൊത്തത്തിൽ ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണ്. അതിന്റെ ഒരു സന്തുലിതാവസ്ഥയിലാണ് നമ്മൾ നിലനിന്ന് പോകുന്നത്. അപ്പോ നമ്മൾ വളർച്ച കാലഘട്ടത്തിൽ എന്താണ്, നമ്മളുടെ ഓരോ സെൽസിന്റെയും ഗ്രോത്ത് കൂടുതലാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഡാമേജ് ആയിട്ടുള്ള സെല്ലുകളും ആവശ്യമില്ലാത്ത സെല്ലുകളെയൊക്കെ റിമൂവ് ചെയ്യേണ്ടതായിട്ടുമുണ്ട്. അപ്പൊ ആ ഒരു പ്രക്രിയയ്ക്ക് നമുക്ക് മെഡിക്കൽ ടൈമിൽ അപ്പോപ്റ്റോസിസ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഗ്രോത്ത് ഫേസും ഉണ്ട്, അപ്പോപ്റ്റോസിസും ഉണ്ട്. അപ്പൊ നമ്മൾ വളരുന്ന സമയത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്ത് കൂടുതലായിരിക്കും, അപ്പോപ്റ്റോസിസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ അവയവങ്ങളും വളരുന്നത്. അതിനുശേഷം നമ്മുടെ ഗ്രോത്ത് നിൽക്കുന്ന ഒരു സമയമുണ്ടല്ലോ, നമുക്ക് ഒരു 21-22 വയസ്സാകുമ്പോഴേക്കും പിന്നെ നമ്മുടെ ഒരു അവയവവും വളരത്തില്ല. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഗ്രോത്തും അതുപോലെ തന്നെ അപ്പോപ്റ്റോസിസിന്റെ രണ്ടിന്റെയും റേറ്റ് ഒരുപോലെയാകും. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് പിന്നീട് ഒരിക്കലും നമ്മളുടെ ഓരോ അവയവവും ക്രമാതീതമായി വളരത്തില്ല. എന്നാൽ ഒരു സെല്ലിനെ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഒരു ഏത് അവയവത്തെയാണോ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് ആ ഒരു ഭാഗം ക്രമാതീതമായി വളരും. അതാണ് ക്യാൻസർ പാരഡൈം 1 അല്ലെങ്കിൽ ക്യാൻസറിന്റെ ഒന്നാമത്തെ മാതൃകയിൽ പറയുന്നത്. അപ്പൊ ഇതനുസരിച്ചിട്ടുള്ള ചികിത്സാ രീതികള് നമുക്ക് വളരെ ഫലവത്തായിട്ടുള്ള തന്നെ ചികിത്സാ രീതികളുണ്ട്. അപ്പൊ അതിൽ ആദ്യമായിട്ട് തന്നെ ഇവർ ഡോക്ടേഴ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സർജിക്കൽ റിമൂവലാണ്. ഇപ്പൊ മാനുവലായിട്ട് തന്നെ കത്തിരിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനെ മാനുവലായിട്ട് ഈ ക്യാൻസർ ബാധിച്ച ഭാഗത്തെ റിമൂവ് ചെയ്ത് കളയും.
രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് റേഡിയേഷൻ ഉപയോഗിച്ച് കരിച്ചു കളയുക എന്നുള്ളതാണ്. അപ്പോൾ റേഡിയേഷൻ ഉപയോഗിച്ച് റെഗുലേറ്റഡ് ആയിട്ടുള്ള റേഡിയേഷൻ ഉപയോഗിച്ച് ഈ ക്യാൻസർ ബാധിച്ച ഭാഗത്തെ കരിച്ചു കളയുന്നു. മൂന്നാമത്തെ ചികിത്സാ രീതി എന്ന് പറയുന്നത് കീമോതെറാപ്പിയാണ്. അപ്പോൾ കീമോതെറാപ്പിയിൽ റെഗുലേറ്റഡ് ആയിട്ട് പോയിസൺ ഇൻജെക്ട് ചെയ്തിട്ട് ബാധിച്ച ക്യാൻസർ സെൽസിനെ നശിപ്പിച്ച് കളയുന്ന രീതിയാണ് കീമോതെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 3 ചികിത്സാ രീതികളാണ് ക്യാൻസർ മാതൃക 1-ലുള്ളത്. മൂന്നിൻ്റെതായ വളരെ ഫലവത്താണെങ്കിലും 3ൻ്റെതായ പോരായ്മകളും ഉണ്ട്. അപ്പൊ നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യുന്ന കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇത് മാനുവലായിട്ട് സർജിക്കലി റിമൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് വളരെയധികം പെയിൻഫുൾ ആണ്, ഈ സർജിക്കൽ റിമൂവൽ എന്ന് പറയുന്നത്. പിന്നീട് റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ റെഗുലേറ്റഡ് ആയിട്ട് റേഡിയേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ക്യാൻസർ ബാധിച്ച ഭാഗത്തെ കരിച്ചു കളയുന്നത്. പക്ഷേ ഈ റേഡിയേഷൻ എന്ന് പറയുന്ന സംഭവം തന്നെ ഒരു കാർസിനോജനാണ്. റേഡിയേഷൻ കൊണ്ട് നമുക്ക് ക്യാൻസർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ കീമോതെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന റെഗുലേറ്റഡ് ആയിട്ട് പോയിസൺ ആണ് ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോയിസനും ഒരു കാർസിനോജനാണ്. അപ്പം ഇത് വളരെ ഫലവത്തായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന വളരെ ഫലവത്തായിട്ടുള്ള ഒരു ചികിത്സാ രീതികളാണ് ഈ 3ഉം. പക്ഷേ അതിൻ്റെതായ പോരായ്മകളും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ശാസ്ത്രലോകം ക്യാൻസർ മാതൃക 1 തെറ്റാണെന്നല്ല, ക്യാൻസർ മാതൃക 1 ശരി തന്നെയാണ്. പക്ഷെ ഇതിന് കൂടുതൽ ഡെഫിനിഷൻ ആവശ്യമാണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. അങ്ങനെ കൂടുതൽ പഠിക്കുകയും ക്യാൻസർ പാരഡൈം 2 അല്ലെങ്കിൽ ക്യാൻസറിന്റെ 2ാമത്തെ മാതൃക അവർ ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമ്മൾ തുടർന്നുള്ള വീഡിയോയിൽ ക്യാൻസർ പാരഡൈം 2ഉം 3ഉം തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ക്യാൻസറിനെ നമുക്ക് എങ്ങനെയെല്ലാം പ്രതിരോധിക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.